ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 1 ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഏൻഷ്യന്റ് ഹിസ്റ്ററി. അല്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഭരണ സിസ്റ്റം പറഞ്ഞു നിർത്തിയിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ കുറേ ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ മൈക്ക് ഓഫായി പോയി. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷമാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ആ വീഡിയോന്. അപ്പോൾ അത് നമ്മൾ ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് തന്നെ ചെയ്ത ഒരു വീഡിയോ നമുക്ക് അതേ അവസ്ഥ തന്നെ വന്നു. ലാസ്റ്റ് ഭാഗം എന്താ പറയുക, നമുക്ക് കട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. മൈക്ക് ഓഫായി പോയി. അതുപോലെ തന്നെ മിസ്റ്റേക്കുകളും വന്നിരുന്നു നമ്മൾ വീഡിയോ എടുത്തതിലൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ദയവേത് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പരമാവധി നമ്മൾ അങ്ങനെ വരാതിരിക്കാനാണ് നോക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ദ എപ്പിക് ഏജ് ആണ്. നോക്കാം. പിന്നെ ഒരു പേരോട് പറയാണ് 24/8/2024 24/8/2024 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ദയവേത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം എന്നുള്ളതും കൂടി പ്രത്യേകം പറയണം. കുറച്ച് ലേറ്റായി പോയി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഒരാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ, പക്ഷെ അത് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് തൽക്കാലം ഞാനത് ഡിലീറ്റ് ചെയ്യുന്നില്ല. യൂട്യൂബിൽ തന്നെ അത് നിലവിൽ അത് നമ്മൾ ചെയ്ത് വെച്ചേക്കണ കാരണം കൊണ്ട് നമ്മളത് അങ്ങനെ തന്നെ യൂട്യൂബിൽ വീഡിയോ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഈ വീഡിയോണ് കുറെ കൂടിയും എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ദയവേത് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് തുടങ്ങാം. ദ എപ്പിക് ഏജ്. The epic age. It was the epic age in which the Aryan tribes established themselves all over North India. The land between the Himalayas and the Narmada river was നമുക്ക് ഒരു പ്രാവശ്യം പറയാം. The epic age. It was the epic age in which the Aryan tribes established themselves all over North India. The land between the Himalayas and the Narmada river was divided into 16 independent states. Information about the socio-religious life of the people is derived from the 2 great epics of this period, the Mahabharata and the Ramayana. Mahabharata and the Ramayana. The victory of good over evil is epitomized in the epic Ramayana. The travels of Rama or Ram in the preferred modern form. While another epic, Mahabharata, Great Battle of the Descendants of Bharata. Great Battle of the Descendants of Bharata spells out the concept of dharma and duty. The Mahabharata records the feud between the Aryan cousins, the Pandavas and the Kauravas, which culminated in an epic battle in which both gods and mortals from many lands allegedly fought to death. The Ramayana recounts the kidnapping of Sita, Rama's wife, by Ravana, the demonic king of Sri Lanka, her rescue by her husband, aided by Hanuman and the Vanar Sena, and Rama's coronation, leading to a period of prosperity and justice. The Ramayana recounts the kidnapping of Sita, Rama's wife, by Ravana, the demonic king of
Lanka, Sri Lanka. Her rescue by her husband, aided by Hanuman and the Vanar Sena, and Rama's coronation, leading to a period of prosperity and justice. അപ്പോൾ ദ എപ്പിക് ഏജ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ദ എമർജൻസ് ഓഫ് കിങ്ഡംസ് ഓർ മഹാജനപദാസ്. ദ എമർജൻസ് ഓഫ് കിങ്ഡംസ് ഓർ മഹാജനപദാസ്. As cultivable land came to be considered as familial property, the wider but ill-defined Janapada, the ancestral territory of a particular clan, assumed fixed boundaries. The Gangetic basins, abundant rivers and riverbeds made convenient frontiers for the newer Janapadas in the east. By approximately the 7th century BC, territories combined and grew, giving rise to larger kingdoms that stretched from what is now Afghanistan to what is now the state of Bihar. Cities became important during this time, and shortly thereafter systems of writing developed. Various heterodox sects emerged, challenging the orthodox practices of the Vedic tradition and presenting alternative religious world views. Various heterodox sects emerged, challenging the orthodox practices of the Vedic tradition and presenting alternative religious world views. Two of these schools emerged as the most popular sects and developed into separate religions, Buddhism and Jainism. Jain and Buddhist records give us an insight into the political anarchy of the period. By the 6th century BC, there were a number of kingdoms known as Mahajanapadas, and the entire region was steeped in anarchy. The emergence of kingdoms or Mahajanapadas ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിസ്സായിട്ടുള്ള ടോപ്പിക് ഉണ്ട്, അത് നോക്കാം. ദ രാമായണ. The Ramayana originally consisted of 12,000 verses which were later raised to 24,000. The Ramayana, like Mahabharata, is a composite work which grew by a creation over the course of many years, beginning approximately 300 BC and continuing for the next 500 years. The Ramayana ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ദ മഹാഭാരത. The Mahabharata. Composition of the Mahabharata may have begun as early as 500 BC. It continued for 900 years until it reached its present form approximately AD 400 under the Gupta kings, originally of Kshatriyan origin. Over the years, it became a distinctly Brahman work. During the course of its growth, it absorbed the Bhagavad Gita and other works in their entirety until it reached a length of 170,000 octameter couplets. Composition of the Mahabharata may have begun as early as 500 BC. It continued for 900 years until it reached its present form approximately AD 400 under the Gupta kings, originally of Kshatriyan origin. Over the years, it became a distinctly Brahman work. During the course of its growth, it absorbed the Bhagavad Gita and other works in their entirety until it reached a length of 170,000 octameter couplets, more than 7 times the length of the Iliad and the Odyssey combined. Its cumulative origin is evidenced
in the fact that the name given of the author is Vaisa, a Sanskrit term meaning arranger. Originally, the Mahabharata was an account of a conflict between the Kurus and the Pandavas. Two prominent Aryan tribes claiming descent from the mighty Bharata and therefore known as the Mahabharata or Great Bharata tribes. Hence the name of the work. It is from Bharata that the present name of India is taken. The Mahabharata was possibly the earliest attempt in ancient India to write history. Its value as a source of political history is said to be critically assessed. Though scholars agree that the basis of the epic story has a foundation in facts, it is useful for reconstructing the social and cultural history of the period. It is useful for reconstructing the social and cultural history of the period. The Mahabharata originally had 8,800 verses and was called Jaya Samhita. The Mahabharata originally had 8,800 verses and was called Jaya Samhita. These were raised to 24,000 and came to be known as Bharata. The final completion brought verses to 1 lakh, which came to be known as the Mahabharata or the Sadasahasri Samhita. The Mahabharata originally had 8,800 verses and was called Jaya Samhita. These were raised to 24,000 and came to be known as Bharata. The final completion brought verses to 1 lakh, which came to be known as the Mahabharata or the Sadasahasri Samhita. The final completion brought verses to 1 lakh, which came to be known as the Mahabharata or the Sadasahasri Samhita. നമ്മൾ ദ മഹാഭാരതത്തിന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഇനി നമുക്ക് പറയുന്നത് മഹാജനപദാസ് ആണ്. അത് നോക്കാം. Mahajanapadas. From the 6th century BC, the widespread use of iron in eastern Uttar Pradesh and western Bihar facilitated the formation of large territorial states. The new agricultural tools and implements enabled the peasants to produce far more food grains than they required for consumption. This material advantages naturally enabled the people to stick to their land and also to expand at the cost of the neighboring areas. People began owing strong allegiance to the Janapada or the territory to which they belonged and not to the Jana or tribe to which they belonged, as was the case in the later Vedic period. Buddhist text lists 60 Mahajanapadas or major Janapadas as having been in existence in the 6th century BC. They extended from Gandhara and Kamboja in the northwest of what is now Pakistan, Avanti and Kidi in central India, and Anga and Kalinga in Bengal and Orissa. So soon to be known as Rashtra or kingdoms. Many still retained their tribal names. Kuru was still the land of the Kuru, and Mela belonged to the Mela. However, allegiance was now tied to economic and social dependency. Instead of being focused on tribe and clan, loyalty was increasingly to the territory
itself to the individual or body which had sovereignty over it, and to the town or city where the power resided. The 16 Mahajanapadas of that era were: 1. Magadha. Magadha Kingdom, South Bihar. Magadha Kingdom, South Bihar. The first capital was Rajagriha, and the later capital Pataliputra. Brihadrata is claimed to be the founder of the Magadha Kingdom. Brihadrata is claimed to be the founder of the Magadha Kingdom. 1. Magadha Kingdom, South Bihar. The first capital was Rajagriha and the later capital Pataliputra. Brihadrata is claimed to be the founder of the Magadha Kingdom. 2. Anga and Vanga Kingdoms, East Bihar. 2. Anga and Vanga Kingdoms, East Bihar. The capital was Chamba, prosperous business center. The kingdoms were later merged by Bindusara into Magadha. 3. Mala Kingdom, Gorakhpur region. Mala Kingdom, Gorakhpur region. The capital was Kushinagar. It was the seat of many other smaller kingdoms. Their main religion was Buddhism. The Mala Kingdom was later merged into the Magadha Kingdom. 4. Kedi Kingdom. Kedi Kingdom, Yamuna and Narmada Belt. Kedi Kingdom, Yamuna and Narmada Belt. Kedi Kingdom, Yamuna and Narmada Belt. The capital was Tisvadirati. One of the families from this kingdom later merged into Kalinga Kingdom from this royal family. In Kedi Kingdom, Yamuna and Narmada Belt. The capital was Tisvadirati. One of the families from this kingdom later merged into Kalinga Kingdom from this royal family. 5. Vatsa Kingdom, Allahabad. Vatsa Kingdom, Allahabad. Vatsa Kingdom, Allahabad. Vatsa Kingdom, Allahabad. The capital was Kausambi. The most important ruler of this kingdom was King Udayan. അടുത്തത് 6. Kashi Kingdom, Banaras. Kashi Kingdom, Banaras. The capital was Varanasi. Out of many battles were fought against the Kosala Kingdom. Eventually, Kashi was merged with the Kosala Kingdom. Dhritarashtra once ruled over the Kashi and Anga kingdoms. 7. Kosala Kingdom, Ayodhya. Kosala Kingdom, Ayodhya. Kosala Kingdom, Ayodhya. Although its capital was Sravasti, which is identical with Sahit Mahit. Although its capital was Sravasti, which is identical with Sahat Mahat. Ayodhya was an important town in Kosala. It was merged in the Magadha by the Magadha ruler Ajatashatru. Kosala also included the tribal republican territory of Sakyas of Kabilvastu. Kosala Kingdom, Ayodhya. Although its capital was Srivasti, which is identical with the Sahat Mahat. Ayodhya was an important town in Kosala. It was merged in the Magadha by the Magadha ruler Ajatashatru. Kosala also included the tribal republican territory of Sakyas of Kabilvastu. 8. Vaji Kingdom,
Vaji Kingdom, North Bihar. Vaji Kingdom, North Bihar. Its capital Vaji was the seat of a United Republic of 8 smaller kingdoms of which Likhavis, Janatrix, and Vidhas were also members. Vaji Kingdom, North Bihar. Its capital Vaji was the seat of a United Republic of 8 smaller kingdoms of which Likhavis, Janatrix, and Vidhas were also members. The Likhavis kingdom had its capital at Vaishali. It was a prosperous kingdom of North Bihar, but was later merged with the Magadha kingdom. The Vidhas kingdom had its capital at Midala. Its most important ruler was King of Janaga. This kingdom too was merged with the Magadha kingdom. 9. Kuru, Taniswar, Meerut and present-day Delhi. Kuru, Taniswar, Meerut and present-day Delhi. The capital city was Indraprastha. It was an important kingdom during the Vedic era and was friendly to the kingdoms of the Bhoja and Panchala. 10. Panchala Kingdom, Uttar Pradesh. 10. Panchala Kingdom, Uttar Pradesh. Its capital was at Gambila. Earlier it was a monarch state, but later it became an independent republic. Kanauj was an important town in this kingdom. Kanauj was an important town in this kingdom. 11. Matsya Kingdom, Jaipur. Matsya Kingdom, Jaipur. Its capital was Viratanagar. Its capital was Viratanagar. The Matsya Kingdom got its independence from the Kedi Kingdom, ruled by King Sahaja under the leadership of Virat Raja. 11. Matsya Kingdom, Jaipur. Its capital was Viratanagar. The Matsya Kingdom got its independence from the Kedi Kingdom, ruled by King Sahaja under the leadership of Virat Raja. 11. Matsya Kingdom, Jaipur. Its capital was Viratanagar. The Matsya Kingdom got its independence from the Kedi Kingdom, ruled by King Sahaja under the leadership of Virat Raja. 12. Surasena Kingdom, Madura. Surasena Kingdom, Madura. Its capital was at Madura and its most famous ruler was Avantiputra. 30th. Asaga Kingdom, Godavari. Asaga Kingdom, Godavari. Its capital was at Kotali and Brahmadatta was its most important ruler. 14th. Gandhara Kingdom, Peshawar and Rawalpindi. Gandhara Kingdom, Peshawar and Rawalpindi. Its capital Takshila was important as a trade and education center during the later Vedic age. Its ruler King Pupuseti was defeated by the Magadha ruler Bindusara. 40th. Gandhara Kingdom, Peshawar and Rawalpindi. Its capital Takshila was important as a trade and education center during the later Vedic age. Its ruler King Pupuseti was defeated by the Magadha ruler Bindusara. Last 15th. Kambodja Kingdom, Northeast Kashmir.
Its capital was Rajapur. Hajara was important trade. Hajra was important trade and commerce center of this kingdom. 15th Kambodja Kingdom, Northeast Kashmir. Its capital was Rajapura. Hajra was important trade and commerce center of this kingdom. 15th Kambodja Kingdom, Northeast Kashmir. Its capital was Rajapur. Hajara was important trade and commerce center of this kingdom. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാജനപദാസ് ആണ് പറഞ്ഞത്. മഹാജനപദാസിലെ 15th പോയിന്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോറി ട്ടാ, ഒരു പോയിന്റ് കൂടി നമുക്ക് ജനപദാസിൽ പറയാനുണ്ട്. 16th പോയിന്റ് പറയാനുണ്ട്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശീലയാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ഭാഗത്തായിട്ടാണ് അത് വരുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ അതും കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബ്രാഹ്മണിക്ക് പീരിയഡ് ഉണ്ട് പറയാൻ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശീല പറയാനുണ്ട്. അപ്പൊ പോയിന്റ് നോക്കാം. 16th പോയിന്റ് ആണ് പറയുന്നത്. 16th അവന്തി കിങ്ഡം മാൾവ. അവന്തി Kingdom Malwa. Avanti was divided into two parts, north and south. The northern part had its capital at Ujjain, and the southern part had its capital at Mahahismati. It was the most vulnerable of all the Mahajanapadas and was ruled by many kingdoms before being finally merged into the Magadha kingdom. 16th Avanti Kingdom Malwa. Avanti Kingdom Malwa. Avanti was divided into two parts, north and south. The northern part had its capital at Ujjain, and the southern part had its capital at Mahahismati. It was the most vulnerable of all the Mahajanapadas and was ruled by many kingdoms before being finally merged into the Magadha kingdom. നമ്മൾ എല്ലാ പോയിന്റ്സും പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം കൂടി പ്രത്യേകം പറയണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. നമ്പർ അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പ്രത്യേകം എടുത്ത് പറയണം. കാരണം ഇത്തരം പോയിന്റ് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ടഫ് എന്ന് പറയാൻ പറ്റില്ല ഈ സെന്റൻസ് ഒക്കെ. എന്നാലും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ തെറ്റ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പറഞ്ഞോളൂ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. നമുക്ക് ആദ്യം ബ്രാഹ്മണിക് പീരീഡ് നോക്കാം, അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശീല നോക്കാം. നമുക്ക് നോക്കാം ബ്രാഹ്മണിക് പീരീഡ്. Towards the end of the later Vedic period, a period between 1000 and 500 BC called the Brahmanic period, the Aryans migrated across the Doab, a large plain which separates the Yamuna from the Ganga river. It was a difficult project because the Doab was thickly forested. Towards the end of the later Vedic period, a period between 1000 and 500 BC called the Brahmanic period, the Aryans migrated across the Doab, a large plain which separates the Yamuna from the Ganga river. It was a difficult project because the Doab was thickly forested. The Aryans slowly burned and settled the Doab till they reached the Ganga. While the Rigveda represents the most primitive religion of the Aryans during the Rigvedic period, the religion of the later Vedic period is dominated by the Brahmanas, or priestly book, which was composed sometime between 1000 and 850 BC. Later Vedic society is dominated by the Brahmanas, and every aspect of Aryan life comes under the control of priestly rituals and spells. In history, as the Indians understand it,
The later Vedic period is the epic age, the great literary heroic epics of Indian culture. The Mahabharata and the Ramayana. They were composed between 500 and 200 BC. Were probably originally formulated and told in the later Vedic period. Both these epics deal with heroes from this period and demonstrate how Aryan culture values, as understood from the Rig Veda, are being transformed by mixing with Indus cultures. In history, as the Indians understand it, the later Vedic period is the epic age, the great literary heroic epics of Indian culture, the Mahabharata and the Ramayana. They were composed between 500 and 200 BC, were probably originally formulated and told in the later Vedic period. Both these epics deals with the heroes from this period and demonstrate how Aryan cultural values, as understood from the Rig Veda, are being transformed by mixing with Indus cultures. Both the epics deal with heroes from this period and demonstrate how Aryan cultural values, as understood from the Rig Veda, are being transformed by mixing with Indus cultures. Both the epics deal with heroes from this period and demonstrate how Aryan cultural values, as understood from the Rig Veda, are being transformed by mixing with Indus cultures. ബ്രാഹ്മണിക് പീരീഡ് ആണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്രാഹ്മണിക് പീരീഡ്. ഇനി നമുക്ക് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില, ബോക്സിലുള്ളതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. ഇറ്റ് ഈസ് സെറ്റ് ടു ബി ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് educational epicenter of ancient India. It is said to be the first organized educational epicenter of ancient India. It is also the oldest university, and it is not known who actually founded this university. However, it was founded by almost all the great kings and rulers of that time. Many great kings and rulers passed their early years in this university. It was a center of learning for logic, religion, medicine, mathematics, astrology, the Vedas, warfare, and primitive science. Takshila, which was the earlier capital of the Gandhara kingdom, allowed students from all parts of India to be enrolled, and education was free for all. Only Chandalas were not allowed to study in this university. Scholars like Nagarjuna, Panini, Chanakya, Prasanajit, Jivka, son of Bimbisara, all came to this place to study before they become important personalities in Indian history. Even foreign rulers expected its importance, and many of them took scholars from this university to their nations. Alexander took some scholars from Takshila to Greece in 500 BC. The Han ruler Toramana attacked and demolished the university campus. During that time, most of the records which were burned or destroyed could have thrown more light on the management of this university and the ways it shaped the social and political stature of ancient India. Alexander took some scholars from Takshila to Greece in 500 BC. The Han ruler Toramana attacked and demolished the university campus. During that time, most of the records which were burned or destroyed
could have thrown more light on the management of this university and the ways it shaped the social and political stature of ancient India. The University of Takshila ആണ് നമ്മൾ പറഞ്ഞത്. University of Takshila. It is said to be the first organized educational epicenter of ancient India. It is also the oldest university and it is not known who actually founded this university. However, it was founded by almost all the great kings and rulers of that time. It is said to be the first organized educational epicenter of ancient India. It is also the oldest university and it is not known who actually founded this university. However, it was founded by almost all the great kings and rulers of that time. Many great kings and rulers passed their early years in this university. It was a center of learning for logic, religion, medicine, mathematics, astrology, the Vedas, warfare and primitive science. Takshila, which was the earlier capital of the Gandhara kingdom, allowed students from all parts of India to be enrolled and education was free for all. Only Chandalas were not allowed to study in this university. Scholars like Nagarjuna, Panini, Chanakya, Prasanajit Jivka, son of Bimbisara, all came into this place to study before they became important personalities in Indian history. Even foreign rulers expected its importance, and many of them took scholars from this university to their nations. Alexander took some scholars from Takshila to Greece. In 500 BC, the Han ruler Toramana attacked and demolished the university campus. During that, the most of the records which were burned or destroyed could have thrown more light on the management of this university and the ways it shaped the social and political stature of ancient India. In 500 BC, the Han ruler Toramana attacked and demolished the university campus. During that time, most of the records which were burned or destroyed could have thrown more light on the management of this university and the ways it shaped the social and political stature of ancient India. In 500 BC, the Han ruler Toramana attacked and demolished the university campus. During that time, most of the records which were burned or destroyed could have thrown more light on the management of this university and the ways it shaped the social and political stature of ancient India. യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പൊളിറ്റിക്കൽ അണ്ടർസ്റ്റ് പറയാനുണ്ട്. അതിന്റെ സൈഡിൽ തന്നെ യോഗയാറ്റ അഡ്വാൻസ് ഇൻ നോളജ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ചെറിയ ടോപ്പിക്കാണ്, കാരണം നമുക്കിത് പറഞ്ഞതിന് ശേഷം പറയാം, അതായിരിക്കും നല്ലത്. പൊളിറ്റിക്കൽ അണ്ടർസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാലോ, മഹാജനപദസില 16 പോയിന്റ് ആണ് ഈ മുകളിൽ കൊടുത്തേക്കുന്നത്. അവൻറ്റി കിങ്ഡം മാൾവ നേരത്തെ വായിച്ചാണ്. 16 പോയിന്റ് അവൻറ്റി കിങ്ഡം മാൾവ, അവൻറ്റി കിങ്ഡം മാൾവ. Political unrest. None of the Mahajanapadas was great kingdoms and they continuously fought among themselves. The smaller and weaker kingdoms were defeated by the relatively stronger kingdoms. The stronger kingdoms had a general tendency towards civil wars, which disintegrated them
into smaller parts that others could easily capture. This state of political disorder continued till the emergence of the Mauryan Empire in the early 4th century BC. Another important point was the continuous emergence of Bihar and Uttar Pradesh regions as trade and commerce center, and the lack of prominence of the Punjab region, which was a hub of activity during the Rigvedic period. Another important point was the continuous emergence of Bihar and Uttar Pradesh regions as trade and commerce center, and the lack of prominence of the Punjab region, which was the hub of activity during the Rigvedic period. പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഗ്രോത്ത് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം നോക്കാം. ഗ്രോത്ത് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം ഇനി പറയാനുള്ളത് ഗ്രോത്ത് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ഗ്രോത്ത് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം ആസ് എ റിസൾട്ട് ഓഫ് എ റിവോൾട്ട് അഗൈൻസ്റ്റ് ദ supremacy of Brahminical priestess, several new schools of philosophy which opposed Brahmanism were developed and led by the Kshatriyas of the royal families of Magadha, who later helped in the propagation of Jainism and Buddhism. From the 6th century onwards, the records and chronology of Indian history became more definitive and reliable. From the 6th century onwards, the records and chronology of Indian history became more definitive and reliable. ഇനി ബോക്സ് കൊടുത്തിട്ടുണ്ടാവുന്ന നോക്കാം. റിവാലുവേഷൻ ഇൻ വേൾഡ്സ് തിങ്കിങ് 6th century BC. റിവാലുവേഷൻ ഇൻ വേൾഡ്സ് തിങ്കിങ് 6th century BC. Zoroaster, Persia. Founder of Zoroastrianism. Founder of Zoroastrianism. Zoroaster, Persia. Founder of Zoroastrianism. Zoroaster, Persia. Founder of Zoroastrianism. Isiaq, Palestine, the Hebrew prophet. Isiaq, Palestine, the Hebrew prophet. Isiaq, Palestine, the Hebrew prophet. Confucius, China, the philosopher. Confucius, China, the philosopher. Laotse, China, the philosopher. Laotse, China, the philosopher. Heraclitus, Greece, the philosopher. Heraclitus, Greece, the philosopher. Heraclitus, Greece, the philosopher. Mahavira, India. 24th Tirthankara of Jainism. Mahavira, India. 24th Tirthankara of Jainism. Mahavira, India. 24th Tirthankara of Jainism. Buddha, India, founder of Buddhism. Buddha, India, founder of Buddhism. Growth of Jainism and Buddhism, Revaluation World's Thinking 6th century BC ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ജൈനിസം ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ജൈനിസം ദ ഫൗണ്ടർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് മുന്നേ സൈലന്റ് ടോപ്പിക് ഉണ്ട്, അത് നോക്കാം. ഈ കൊടുത്തേക്കെന്താണ് അഡ്വാൻസ് ഇൻ നോളജ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുന്നേ ടോപ്പിക് കൂടി ഉണ്ട്, അപ്പൊ അത് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ലോകയാറ്റ. Charvakas Darshan is another well-known Indian philosophy. Charvakas Darshan is another well-known Indian philosophy. It came to be known as Logayata, which means ideas derived from the common people. Charvaka denied the existence of any supernatural divine agency and believed that the Brahmanas manufactured rituals for acquiring gifts.
ഇപ്പൊ യോഗയാത്ര നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ ദയവായിട്ട് ക്ഷമിക്കാം. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് അഡ്വാൻസിങ് നോളജ്. In the later Samhitas refers to the list of subjects for study, shows a wide range of knowledge embracing not only Vedas, Idihasa, Puranas and grammar, but also astronomy, military science, dialectics and knowledge of portents. There were several competent Kshatriya teachers as also women teachers. In the later Samhitas refers to the list of subjects for study, shows a wide range of knowledge embracing not only Vedas, Idihasa, Puranas and grammar, but also astronomy, military science, dialectics and knowledge of portents. There were several competent Kshatriya teachers as also women teachers. ലോകയാത്ര അഡ്വാൻസിങ് നോളജ് ഒക്കെ നമ്മൾ പറഞ്ഞത്. ഇനി പുതിയ ടോപ്പിക് വരുന്നത് ജൈനിസമാണ്. അത് നോക്കാം. Jainism is also a non-Brahminical religion founded as a result of revolt against the Brahmanism of the 6th century BC. Some sources place Jainism as one of the oldest religions belonging to the era of Rigveda. Jainism rejects the Vedas and condemns the caste system. It believed in Tirthankaras and rejects the existence of God as a Paramatma. It believed in Tirthankaras and rejects the existence of God as a Paramatma. Here the founder. Jainism was founded by Rishabha, who was the father of King Bharata. The first Chakravarti of India. Rishabha was succeeded by 23 other Tirthankaras. Jainism became a major religion under Vardhamana Mahavira, who was the 24th Tirthankara or a prophet of Jainism. Persons of prime importance to Jainism are: Jainism was founded by Rishabha, who was the father of King Bharata, the first Chakravarti of India. Rishabha was succeeded by 23 other Tirthankaras. Jainism became a major religion under Vardhamana Mahavira, who was the 24th Tirthankara or prophet of Jainism. Persons of prime importance to Jainism are at the Parsvanada 850 BC. Parsvanada 850 BC. The 23rd Tirthankara has an important place in the history of Jainism. He laid down 4 fundamental principles for his followers. 1. Ahimsa or non-injury. 2. Truthfulness. 3. No stealing. And 4. Non-attachment to property. He was the son of the king of Brahmanas, Ashvasena, and renounced the world to become an ascetic at the age of 30. Parsvanada 850 BC. The 23rd
Tirthankara has an important place in the history of Jainism. He laid down 4 fundamental principles for his followers. 1. Ahimsa or non-injury. 2. Truthfulness. 3. No stealing. And 4. No attachment to property. He was the son of the king Banaras Ashwasena and renounced the world to become an ascetic at the age of 30. He was son of the king of Banaras Ashwasena and renounced the world to become an ascetic at the age of 30. അടുത്തത് വർത്തമാന മഹാവീര 540 to 468 BC. വർത്തമാന മഹാവീര 540 to 468 BC. He was a great Kshatriya belonging to the royal family of Magadha. He was born at Kundal Grama, Vaishali, near Muzaffarpur in Bihar. At the age of 30, he became an ascetic, and after 12 years of penance, at the age of 42, he attained perfect knowledge, Kaivalya. He conquered misery and happiness and came to be known as Jina, the conqueror. He added the last vow to the 4 vows given by Parsvanatha. Brahmacharya or chastity. These 5 vows became the fundamentals of Jainism. Many kings like Bimbisara and Ajatashatru became his patrons, and he visited many parts of India, the most significant being Kosala, Magadha and Anga. He died at the age of 72 in 527 BC in Bihar. Vardhamana Mahavira 540 to 468 BC. Vardhamana Mahavira 540 to 468 BC. He was a great Kshatriya belonging to the royal family of Magadha. He was born at Kundar Grama, Vaishali, near Muzaffarpur in Bihar. At the age of 30, he became an ascetic, and after 12 years of penance, at the age of 42, he attained perfect knowledge, Kaivalya. He conquered misery and happiness and came to be known as Jina, the conqueror. He added the last vow to the 4 vows given by Parsvanatha. Brahmacharya or chastity. These 5 vows became the fundamentals of Jainism. Many kings like Bimbisara and Ajatashatru became his patrons, and he visited many parts of India, the most significant being Kosala, Magadha and Anga. He died at the age of 72 in 527 BC in Bihar. These 5 vows became the fundamentals of Jainism. Many kings like Bimbisara and Ajatashatru became his patrons, and he visited many parts of India, the most significant being Kosala, Magadha and Anga. He died at the age of 72 in 527 BC in Bihar. ഇനി ജൈനസിൽ തന്നെ ഒരു ഈ ഭാഗത്തായിട്ട് ട്രൈറാറ്റിന ഓർ 3 gems of Jainism എന്ന ബോക്സിൽ ടോപ്പിക് കൊടുത്തിട്ടുണ്ടാവും, നോക്കാം. ട്രൈറാറ്റിന or 3 gems of Jainism. Ratna or 3 gems of Jainism. The following 3 gems are the route to moksha or salvation according to Jainism. The following 3 gems are the route to moksha or salvation according to Jainism. A.
right faith. A right faith, firm belief in the omniscient Lord Mahavira. A right faith, firm belief in the omniscient Lord Mahavira. A right faith, firm belief in the omniscient Lord Mahavira. B. Right knowledge. Right knowledge, understanding the doctrines of Jainism. B. Right knowledge, understanding the doctrines of Jainism. C. Right conduct, a fulfillment of the great 5 vows of Jainism. 1. Non-violence. 2. Truthfulness. 3. No stealing. 4. No attachment to property. And 5. Brahmacharya or chastity. C. Right conduct, fulfillment of the great 5 vows of Jainism. 1. Non-violence. 2. Truthfulness. 3. No stealing. 4. No attachment to property. And 5. Brahmacharya or chastity. 5. Brahmacharya or chastity. But Ratina or 3 gems of Jainism. A. Right faith. B. Right knowledge. C. Right conduct. ഇത്രയൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇൻഫ്ലുവൻസസ് ഓഫ് ജൈനിസം ആണ് പറയാനുള്ളത്. നമുക്കത് നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മാപ്പ് 1.5 ഇന്ത്യ 6th century BC എന്ന് പറഞ്ഞ് ഒരു മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒപ്പം തന്നെ നോക്കേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കാം ഇൻഫ്ലുവൻസ് ഓഫ് ജൈനിസം. Influences of Jainism. Political. Jainism weakened the prevailing military spirit and created a peaceful atmosphere. Political Jainism weakened the prevailing military spirit and created a peaceful atmosphere. Social further weakening of the caste system. Developing of new styles in art and architecture in temples, construction of several inns, hospitals, schools and other institutions of public utility. Social further weakening of the caste system. Developing of new styles in art and architecture in temples, construction of several inns, hospitals, schools and other institutions of public utility. Further weakening of the caste system. Social further weakening of the caste system. Development of new styles in art and architecture in temples, construction of several inns, hospitals, schools and other institutions of public utility. Social further weakening of the caste system. Developing of new styles in art and architecture in temples, construction of several inns, hospitals, schools and other institutions of public utility. Tiger caves at Udayagiri, Indrasabha at Ellora, Dilwara temples at Mount Abu, Khajuraho at Budelkand, Adinath temple in Chittoor, and the Sravanabellagola Gomadeswara to the statue of Bahubali are among the famous monasteries and temples that depict the high level of Jain art and architecture in India. Despite being a small community in India, Jainism has contributed to Indian culture and civilization in a big way. Prominent Jain scholars also helped develop various vernacular languages like Tamil and Kannada. Prominent Jain scholars also helped develop various vernacular languages like Tamil and Kannada.
Hemachandra, author of History of Gujarat and Yoga Yoga Shastra, and Amarasimha, author of Amara Kocha, and Amarasimha, author of Amara Kocha, were the greatest of the Jain scholars. Haribhadra, Agalanga, Haribhadra, Agalanga, Siddha Sena, Somanda Bhadra, and Swami Kartikeya were the other important Jain scholars. Prominent Jain scholars also helped develop various vernacular languages like Tamil and Kannada. Hemachandra, author of History of Gujarat and Yoga Shastra, and Amarasimha, author of Amara Kocha, were the greatest of the Jain scholars. Haribhadra, Agalanga, Siddha Sena, Somanatha Bhadra, and Swami Kartikeya were the other important Jain scholars. Haribhadra, Agalanga, Siddhasena, Somanatha Bhadra, and Swami Kartikeya were the other important Jain scholars. ഈ മാപ്പാണ് നമുക്ക് പറയാനുള്ളത്. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. നമ്മള് ജൈനസമാണ് പറഞ്ഞത്. ജൈനിസത്തിലെ ദ ഫൗണ്ടർ, അതുപോലെ തന്നെ പാർശ്വനദ 850 BC, വർത്തമാന മഹാവീര 542 468 BC. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ജൈനിസം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവത് ക്ഷമിക്കുക. ഇനി മാപ്പാണ്. മാപ്പ് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. മാപ്പ് ഒരിക്കൽ കൂടി കാണിക്കാണ് ഇൻഫ്ലുവൻസ് ഓഫ് ജൈനിസത്തിന്റെ അടുത്തുള്ളത്. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. ഇനി നമുക്ക് പേന വെച്ച് ടച്ച് ചെയ്തിട്ട് പറയാം. ഇതിൽ ഫസ്റ്റ് കംബോജ. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. കംബോജ, ഗാന്ധാര, വാൽഹീക, തക്ഷശില, മധുര, കുരുക്ഷേത്ര, ക്യൂറ, ഇന്ദ്രപ്രസ്ഥ, സിന്ധു, മാത്സ്യ ശൂരസേന, ഹസ്തിനപുര, പാഞ്ചാല, മേല, സഖ്യ, കപിൽവസ്തു, ശ്രേവാസ്തി, മാത്സ്യ ശൂരസേന, വാത്സ്യ കോസല, മാല, സഖ്യ, കപിൽവാസ്തു, ശ്രേവാസ്തി, മിഥില, അയോധ്യ, വാത്സ്യ, കോസാല,
വാത്സ്യ കോസല, വാത്സ്യ കോസല കോസല. മിഥില, മിഥില. കപിലവസ്തു, കപിലവസ്തു. ശ്രേവാസ്തി, ശ്രേവാസ്തി. അയോധ്യ, 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 അയോധ്യ. മിഥില, മിഥില, മിഥില. ലിച്ചാവി, 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 ലിച്ചാവി. പാഞ്ചാല, പാഞ്ചാല. വാത്സ്യ, വാത്സ്യ. കോസാല, കോസാല. കൗസംബി, കൗസംബി, കൗസംബി. കേതി, കേതി, കേതി. പ്രയാങ്ക, 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 പ്രയാങ്ക. കേതി, കേതി. പ്രയാങ്ക, പ്രയാങ്ക. വാത്സ്യ, വാത്സ്യ, വാത്സ്യ. കോസല, കോസല, കോസല. കാശി, 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 കാശി. പ്രയാങ്ക, പ്രയാങ്ക, പ്രയാങ്ക. മഗധ, സാർനത്ത്, മഗധ, സാർനത്ത്, മഗധ, സാർനത്ത്. ലിച്ചാവി, ലിച്ചാവി, ലിച്ചാവി. വൈശാലി, വൈശാലി, വൈശാവി, വൈശാലി, വൈശാലി. വിദ്യ, വിദ്യ. സോറി. വിദ്ഹ, 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 വിദ്ഹ. വൈശാലി. പാടലിപുത്ര, വൈശാലി. പാടലിപുത്ര, പാടലിപുത്ര. മഗധ, 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 മഗധ. ഗംഗ, ക്യാമ്പ, ഗംഗ, ക്യാമ്പ, ഗംഗ, ക്യാമ്പ. കാമരൂപ, 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 കാമരൂപ. അവന്തി, അവന്തി, അവന്തി. സാഞ്ചി, സാഞ്ചി. ഉജ്ജയിൻ, സാഞ്ചി, ഉജ്ജയിൻ. ബാർഹട്ട്, ബാർഹട്ട്, ബാർഹട്ട്. മഗധ, മഗധ. സാർനാഥ്, സാർനാഥ്. ബോധ്, ബോധ്, ബോധ്. ഗയ, ബോധ്ഗയ, സോറി. ബോധ്ഗയ, ബോധ്ഗയ. ഇതൊറ്റ വേർഡാണ്, നമ്മൾ വായിച്ചപ്പോൾ തെറ്റിയതാണ്. ബോധ്ഗയ, ബോധ്ഗയ. രാജഗൃഹ, രാജഗൃഹ, രാജഗൃഹ. അങ്ക, അങ്ക, അങ്ക. ഗംഗ, ഗംഗ, ചാമ്പ, ഗംഗ, ചാമ്പ, ഗംഗ, ചാമ്പ. രാജഗൃഹ, രാജഗൃഹ, രാജഗൃഹ. അങ്ക, അങ്ക, അങ്ക. താമ്രലിപ്തി, താമ്രലിപ്തി. വങ്ക, വങ്ക. കാമരൂപ, കാമരൂപ. ബ്രോക്കെ, ബ്രോക്കെ, ബ്രോക്കെ. വിദാർഭ, 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 വിദാർഭ. കലിംഗ, കലിംഗ, കലിംഗ. വാങ്ക, വാങ്ക, വാങ്ക. അന്തര, അന്തര, അന്തര. അറേബ്യൻ സീ. സിന്ധു. വിദ്യ, 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 വിദ്യ. വിഡ്ഹ, വിഡ്ഹ. ബേ ഓഫ് ബംഗാൾ, ബേ ഓഫ് ബംഗാൾ 0 km 400. ബേ ഓഫ് ബംഗാൾ 0 km 400. റിപ്പബ്ലിക് ഓഫ്
India's boundary. Republic of India's boundary. Republic of India's boundary. പിന്നെ ഇവിടെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട് വേർഡ്സുകൾ. ലേറ്റർ നൗണസ് ഇന്ദ്രപ്രസ്ഥ ഡൽഹി. ഡൽഹി. കാശി വാരണാസി. പാടലിപുത്ര പാറ്റ്ന. പ്രയാഗ അലഹാബാദ്. രാജഗൃഹ രാജ്ഗിർ. നമ്മൾ കൂടി മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. കാംബോജ ഗാന്ധാര. വാൽഹിക തക്ഷില. മാദ്ര. കുരുക്ഷേത്ര. ക്യൂറ. ഇന്ദ്രപ്രസ്ഥ. മേല. ഹസ്തിനപുര. പാഞ്ചാല. മാത്സ്യ ശൂരസേന. കപിലവസ്തു. ശ്രവാസ്തി. അയോധ്യ. വാട്സ്യ. അയോധ്യ. കോസല. കാശി. മിഥില. ലിക്കാംവി. വിഡ്ഹ. വൈശാലി. പാടലിപുത്ര. കൗസംബി. കീടി. പ്രയാങ്ക. മഗധ. സാർമദ്. ഗംഗ. ക്യാമ്പ. ബാർഹട്ട്. പ്രയാങ്ക. ബാർഹട്ട്. സർമദ്. മഗധ. സർമദ്. ബോഡ്ഗയ. ലിക്കാവി. വൈശാലി. പാടലിപുത്ര.
विदहा 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 पाटलिपुत्र गंगा 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 चांबा 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 कामरूपा 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 अवंती 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 केदी 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 प्रयांगा 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 अवंती अवंती उज्जैन उज्जैन सांजी उज्जैन सांजी बारहट 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 सरनाद सॉरी सरमद सरमद सॉरी सरनद 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 बोधकया बोधकया राजगृह 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 गंगा 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 चांबा चांबा गंगा गंगा चांबा राजगृह अंग 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 वांगा वांगा उज्जैन सांजी बारहट प्रयांगा प्रयांगा सरनाद सरनाद ब्रोचे विदर्भा 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 कलिंगा 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 आंध्रा आंध्रा अरेबियन सी सिंधु सिंधु विदहा विदहा राजगृह अंग ताम्रलिप्ति अंग ताम्रलिप्ति वंगा ताम्रलिप्ति वंगा बे ऑफ बंगाल 0 km 400 बे ऑफ बंगाल 0 km 400 रिपब्लिक इंडिया's boundary रिपब्लिक ऑफ इंडिया's boundary रिपब्लिक ऑफ इंडिया's boundary ഇനി ഇവിടെ വായിക്കാണ് ലെറ്റർ നോൺ ആസ് ഇന്ദ്രപ്രസ്ഥ 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 ഡൽഹി ഇന്ദ്രപ്രസ്ഥ ഡൽഹി കാശി വാരണാസി പാടലിപുത്ര പാട്ന പ്രയാങ്ക അലഹബാദ് രാജഗൃഹ രാജ്ഗീർ Map 1.5 India in 6th century BC. Cambodia, Gandhara, Valhiga, Takshila, Madra, Kurukshetra, Kyura, Hastinapura, Mala, Indraprasthara, Panchala, Sakya, Kabilavastu, Sravasti, Panchala, Sravasti, Matsya Chirusena, Vatsya, Kosala,
കപിൽവസ്തു 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 ശ്രവാസ്തി ശ്രവാസ്തി അയോധ്യ 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 മിഥില 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 ലിക്കാവി 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 വാട്സ്യ 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 കോസാല 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 കാശി 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 കൗസംബി കൗസംബി മത്സ്യ മത്സ്യ ശുരസേന മത്സ്യ ശുരസേന കൗസംബി കൗസംബി പ്രയാഗ 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 കീടി 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 മഗധ 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 പ്രയാങ്ക 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 സർനാഥ് 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 ഉജ്ജയിൻ ഉജ്ജയിൻ സഞ്ചി സഞ്ചി ബാർഹട്ട് 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 ബോധ്ഗയ 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 വൈശാലി വൈശാലി പാടലിപുത്ര 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 ഗംഗ ഗംഗ ചാമ്പ 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 രാജഗൃഹ 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 അംഗ അംഗ വംഗ അംഗവംഗ താമരലിപ്തി താമരലിപ്തി ബ്രോക്ക് ബ്രോക്ക് വിദാർഭ 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 ആൻഡ്ഹ്റ 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 കലിംഗ 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 ആൻഡ്ഹ്റ 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 കലിംഗ കലിംഗ വാങ്ക വാങ്ക താമ്രലിപ്തി താമ്രലിപ്തി വിഡ്ഹ 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 ആൻഡ്ഹ ആൻഡ്ഹ വിഡ്ഹ കലിംഗ വിദാർഭ വിദാർഭ കാമരൂപ സിന്ധു ബേ ഓഫ് ബംഗാൾ 0 km 400 ബേ ഓഫ് ബംഗാൾ 0 km 400 റിപ്പബ്ലിക് ഓഫ് ഇന്ത്യസ് ബൗണ്ടറി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യസ് ബൗണ്ടറി ലേറ്റർ known as ഇന്ദ്രപ്രസ്ഥ ഇന്ദ്രപ്രസ്ഥ ഡൽഹി കാശി വാരണാസി പാടലിപുത്ര പാറ്റ്ന പാടലിപുത്ര പാറ്റ്ന പ്രയാഗ അലഹബാദ് രാജഗൃഹ രാജ്ഗീർ രാജഗൃഹ രാജ്ഗീർ ഇത്രയും കൂടി വരുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയാണ്. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. കംബോജ ഗാന്ധാര വാൽഹിക തക്ഷില മാദ്ര കുരുക്ഷേത്ര ക്യൂറ സിന്ധു ഇന്ദ്രപ്രസ്ഥര മത്സ്യശുരസേന ഹസ്തിനപുര പാഞ്ചാല മല സഖ്യ കപിലവസ്തു സ്രവാസ്തി പാഞ്ചാല വാട്സ്യ സ്രവാസ്തി അയോധ്യ കോസാല കൗസംബി അയോധ്യ മിഥില ലിക്കാവി വൈശാലി വിഡ്ഹ പാടലിപുത്ര
വാട്സ്യ 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 കൗസാല കൗസാല കൗസംബി കൗസംബി കാശി 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 പ്രയാഗ 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 സാർനാഥ് 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 മഗധ 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 ഗംഗ 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 ചാമ്പ 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 ഉജ്ജയിൻ ഉജ്ജയിൻ സാഞ്ചി ബാർഹട്ട് ഉജ്ജയിൻ സാഞ്ചി ബാർഹട്ട് ബോധ്ഗയ ബോധ്ഗയ രാജഗൃഹ 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 അംഗ അംഗ താമ്രലിപ്തി താമ്രലിപ്തി അംഗ. സോറി, നമ്മുടെ മൈക്ക് ഓഫായി പോയി. കാരണം നമ്മുടെ ചാർജൊക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലോട്ടാവുകയാണ്. മൈക്ക് ഓഫായി പോയാണ്, ഇടയ്ക്കിടയ്ക്ക് ഓഫായിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാണ്. നമ്മളിപ്പോ പറഞ്ഞത് മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC-യിലാണ് മാപ്പാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ മൈക്ക് ഓഫായി പോയതുകൊണ്ട് സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. ദയവേത് ക്ഷമിക്കുക. നമ്മളിപ്പോ പറഞ്ഞ എന്താ പറയാ, കമ്പോഞ്ച, ഗാന്ധാര, വാൽഹീക, തക്ഷില, മാദ്ര, കുരുക്ഷേത്ര, ക്യൂറ, ഇന്ദ്ര പ്രസ്ഥര, ഹസ്തിനപുരി, പാഞ്ചാല, വാത്സ്യ, സിന്ധു, അവന്തി, ഉജ്ജയിൻ, സാഞ്ചി, ബാർഹട്ട്, ബോധ്ഗയ, മഗധ, കാശി, വൈശാലി, പാടലിപുത്ര, മിഥില, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് എവിടെയോ വെച്ച് സൗണ്ട് പോയിട്ടുണ്ട്, ദയവേത് ക്ഷമിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ മാപ്പ് ആയതുകൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. നമ്മളിത് പറഞ്ഞത് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. നമ്മുടെ മൈക്കിൽ കുറച്ചൊരു ചാർജ് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നമ്മള് പറഞ്ഞത് അത്ര നല്ല രീതിയിലല്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് വീണ്ടും പറയുന്നതാണ്. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. ഇൻഫ്ലുവൻസസ്, ജൈനിസം, പൊളിറ്റിക്കൽ, സോഷ്യൽ മുതൽ തുടങ്ങിയിട്ട് ഈ മാപ്പും കൂടി പറയും നമ്മൾ. തുടക്കം അതായിരിക്കും അടുത്ത വീഡിയോന്റെ. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. സ്പ്രെഡ് ഓഫ് ജൈനിസം, ടേബിൾ 1.2 ഒക്കുറൻസ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ജെയിൻ കൗൺസിൽസ്, വേദിക് ഹൈമൺസ്, ഫാക്ടേഴ്സ് ഫോർ ദ റൈസ് ഓഫ് മഗധ, സിഗ്നിഫിക്കൻസ് ഓഫ് അയൺ, ഡിക്ലൈൻ, ജെയിൻ കൗൺസിൽസ്, തീർത്ഥങ്കരാസ്, ഇമ്പോർട്ടന്റ് ഫാക്ട്സ് അബൌട്ട് മഹാവീര, അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ജൈനിസം, ബുദ്ധിസം. അപ്പൊ ഈ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇൻഫ്ലുവൻസസ് ഓഫ് ജൈനിസത്തില് മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC എന്നുള്ളതിന്റെ മാപ്പ് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കണം. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാനത് മറന്നുപോയതാണ്. ഏതായാലും ഇതും കൂടി നമ്മളൊന്ന് വീഡിയോയിൽ സാധാരണ നമ്മൾ കാണിച്ചു പോകാറുള്ളതാണ്, പക്ഷെ മറന്നുപോയതാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും ഇത് പറയും, എന്നാലും ഇതെന്തായാലും ഉപകാരപ്പെടും. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വരാൻ സാധ്യതയുണ്ട്. ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. പിന്നെ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷന് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTV വേണ്ടി നല്ല രീതിയിൽ ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.
അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.